ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഷീതൽസ് ലേണിംഗ് മെയ്ഡ് ഈസി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പൊതുവെ എല്ലാവരും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കരുതുന്ന, പ്രത്യേകിച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ബോറിംഗ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് അൺഇൻട്രസ്റ്റഡ് ആയിട്ട് കരുതുന്ന, ഇത് പഠിക്കാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ കരുതുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് ഒരു ഏരിയ, ദാറ്റ് ഇസ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എറിക് എറിക്സൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പലർക്കും തിയറീസ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അയ്യോ അത് ഭയങ്കര പാടാ, അല്ലെങ്കിൽ എനിക്കത് ഒരിക്കലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അത് ഓർത്തിരിക്കാൻ പാടാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഓർത്തിരിക്കും എന്നൊക്കെ പല ആളുകൾക്കും സംശയമൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ വളരെ ഈസി ആയിട്ട്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ സൈക്കോസോഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ആ പേരിനകത്ത് തന്നെയുണ്ട്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ. ഒരാളുടെ സൈക്കോളജിക്കൽ, മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ സാമൂഹിക ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് അവർ അക്കംപ്ലിഷ് ചെയ്യുന്നത് എന്നാണ് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ എറിക് എറിക്സൺ എന്ന് പറയുന്ന ആള് പറയുന്നത്, ഈ ഓരോ ഏജ് ഗ്രൂപ്പിലും, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ബർത്ത്, നമ്മളുടെ ഒരു കുഞ്ഞ് കൊച്ച് ജനിച്ച് അന്നത്തെ ദിവസം മുതൽ ഇങ്ങോട്ട് ഓരോ പീരിയഡിലും ഈ കുട്ടി ഓരോ സൈക്കോസോഷ്യൽ ഓരോ സ്റ്റേജിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില ക്രൈസിസ് അവർ നേരിടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ഈ പാർട്ട് കടന്നു പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടാസ്കുകളെല്ലാം അവർ വളരെ വിജയപ്രദമായിട്ട് കടന്നു പോന്നു കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം എ സക്സസ്ഫുൾ അഡൾട്ട്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്രൈസിസുകൾ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു എറിക്സൺസ് തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്, ഈച്ച് സൈക്കോസോഷ്യൽ ക്രൈസിസ് മസ്റ്റ് ബി റിസോൾവ്ഡ് ഫോർ ദ ചൈൽഡ്. അപ്പോൾ അത് ഓരോ സമയത്തെ അവരുടെ ക്രൈസിസ് റിസോൾവ് ചെയ്താണ് അവർ അടുത്തടുത്ത സ്റ്റേജസിലേക്ക് കടന്നു പോരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, അവർക്ക് ഇപ്പോഴും ആ ഒരു കുട്ടിത്തം അല്ലെങ്കിൽ ആ ചെറിയ പിള്ളേരുടെ പോലെയുള്ള പെരുമാറ്റമാണ് ചില കാര്യങ്ങളിൽ. ഓക്കെ, ഒരു അഡൾട്ടിൻ്റെ ഒരു രീതിയിലുള്ള ഒരു അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റമൊന്നും അങ്ങനെയല്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ പറ്റി പറയാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ആദ്യം നമ്മൾ ഓരോ ഏജ് വൈസ് പറയുകയാണ്. അപ്പോൾ ഓരോ ഏജിലും അവർ ഡെവലപ്പ് ചെയ്യുന്ന അവരുടെ ആ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടാസ്ക്, അപ്പോൾ അതിനകത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇനി അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കാം എന്നാണ് ഈ ലാസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫൻസി എന്ന് പറയും. ഇപ്പം ഇൻഫൻസി നമുക്കറിയാം 0 to 1 year ആണ് ഇൻഫൻസി ആയിട്ട് നമ്മൾ സയൻറ്റിഫിക്കലി കണക്കാക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു ഇൻഫൻസി എന്നുള്ളത് 0 to 18 months വരെ, എന്ന് വെച്ചാൽ 1.5 വയസ്സ് വരെ നമ്മളത് കണക്കാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു കൊച്ച് 1 വയസ്സ് പൂർത്തിയായ അന്ന് പിറ്റേ ദിവസം മുതൽ അടുത്ത സ്റ്റേജ് ഓഫ് പെർഫോമൻസ് കാണിക്കണം എന്ന് നമുക്ക് നിർബന്ധമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മളൊരു ബർത്ത് ടു 18 months. ഈ ബർത്ത് ടു 18 monthsലെ അവിടുത്തെ സൈക്കോസോഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയും. അപ്പം നമ്മൾ ഓർക്കുന്നത് എന്താ ഇത്? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഇവിടെ ഈ ഒരു പ്രായത്തിലാണ് ഒരു കൊച്ച്
ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്യുന്നത്. ആരെയൊക്കെ വിശ്വസിക്കാം, ആരെയെങ്കിലും ഒക്കെ വിശ്വസിക്കാമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരാളിൽ വിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ എറിക്സൺ പറയുന്നത് പ്രകാരം ഫസ്റ്റ് അവരുടെ ആ ഒരു ട്രസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടു ദി മദർ. ഓക്കെ, അപ്പോൾ അമ്മയോടാണ്, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആ പ്രൈമറി കെയർ ടേക്കർ ആരാണ്. ഇപ്പം ചിലപ്പോൾ ചിലരോർക്കും അയ്യോ ഇപ്പം ആദ്യത്തെ വർഷം എനിക്ക് കൊച്ചിനെ നോക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അമ്മ ഗൾഫിന് പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോയി, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. ആ കൊച്ചിന് ഒരു പ്രൈമറി കെയർ ടേക്കർ, അവരെ ആ ഒരു അമ്മയ്ക്ക് പകരം ആയിട്ട് നിന്ന് കെയർ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആള്, ഓക്കെ, ആ ആളിനോടുള്ള അറ്റാച്ച്മെന്റ് അത് എന്തുമാത്രം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിന്റെ നീഡ്സ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് കൊച്ചിന് അത് വെർബലി എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്ത് സംഭവിച്ചാലും കൊച്ചു കരയും. അപ്പോൾ കൊച്ചു കരയുമ്പോൾ അത് എന്തിനാണ് കരയുന്നത്, വിശന്നിട്ടാണോ, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചോ, ഡ്രസ്സ് നനഞ്ഞോ, അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ടോ, ഇനി അതുമല്ല നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാര് ആണെങ്കിൽ നമ്മൾ അറിയാം ചിലപ്പോൾ കൊച്ചിന് കുറെ നേരം കിടന്ന് ബോറടിച്ചാലും കൊച്ചു കരയും, അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് കാരണം കൊണ്ടാണോ കൊച്ചു കരയുന്നത്, അപ്പൊ ആ കൊച്ചിന്റെ നീഡ്സ് അമ്മയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്രൈമറി കെയർ ടേക്കറിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നാൽ, എനിക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് ഒരാളുണ്ട്, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ ആ അറ്റാച്ച്മെന്റ് അമ്മയോട്, അല്ലെങ്കിൽ ബോണ്ടിങ് എന്ന് നമ്മൾ പറയും, അത് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ഒരു കുറച്ചൊരു ലോങ് ടേം പ്രോസസ്സാണ്. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ ആ ഒരു അമ്മയോടുള്ള ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ കൊച്ചിന് ഭാവിയിലും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ പൊതുവെ അവനവനെ പറ്റി തന്നെ ഒരു ഹോപ്പ്ഫുൾ, ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തിയായിട്ട് അവർ ബിഹേവ് ചെയ്യുകയും അതുപോലെ അവർക്കൊരു ഭാവിയെ പറ്റി ഒരു പ്രതീക്ഷയും ഒക്കെ ഉള്ള ഒരാളായിട്ട് അവർ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിന് ഈ ഏരിയയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ആസ് ദേ ബിക്കം അഡൾട്ട്സ് അവർക്ക് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ടാകാം. അതുപോലെ അവരെപ്പോഴും അവർക്ക് ആ ഒരു ട്രസ്റ്റ് ബേസിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ഒരു സംശയം, അല്ലെങ്കിൽ ഇയാളെന്നെ പറ്റിക്കോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഒത്തിരി കംപ്ലീറ്റ്ലി ഒരാളെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കണം എന്നല്ല, പക്ഷെ അങ്ങനെ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അല്ലേ. അപ്പോൾ അതാണ് അവിടെ നമ്മൾ ആ ഒരു പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പ്രീ സ്കൂൾ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയും പറയാം. അപ്പൊ അത് 18 months to 3 years. ഓക്കെ, ഈ സമയത്ത് അവർ ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഇപ്പൊ ഈ ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ്, 1 വയസ്സ് മുതൽ ഒരു 3 വയസ്സ് വരെയൊക്കെയുള്ള പിള്ളേരെ പരിചയം ഉണ്ടെങ്കിൽ നമുക്കറിയാം അവരെപ്പോഴും ഞാൻ തന്നെ ചെയ്യാം, ഞാൻ ചെയ്യാം, ഓട്ടോണമി, ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇടപെടാനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നോ, നോ, വേണ്ട. അല്ലെങ്കിൽ അവർ തന്നെ ചെയ്യാനൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. പിന്നെ അതുപോലെ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് ആയിട്ട് ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അവർക്ക് യൂറിൻ പാസ് ചെയ്യണം തോന്നിയാൽ അവർ യൂറിൻ പാസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ സ്റ്റൂള് പാസ് ചെയ്യണം തോന്നിയാൽ ഇപ്പം നമ്മൾ പറഞ്ഞാലൊന്നും അവർ ചിലപ്പോൾ അത് സമ്മതിക്കണമെന്നില്ല. അപ്പം ദേ ആർ ട്രൈങ് ടു കൺട്രോൾ ദംസെൽസ്. എന്നിട്ട് അവർക്ക് ആ ഒരു എന്നെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ കാര്യം ഇത് ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും അവർ തന്നെ ചെയ്യാം. അപ്പോൾ അത് ആ ഒരു പ്രായമാകുമ്പോൾ നമുക്കറിയാം 1 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ നടക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ജനലേലും അതുപോലുള്ള എല്ലായിടത്തും പിടിച്ച് കയറുന്നു, എല്ലാം ഇങ്ങനെ തപ്പി നടക്കുന്നു, അവർ ഭയങ്കര ക്യൂരിയസ് ആകുന്നു, അല്ലേ. അപ്പോൾ അതെല്ലാം അവരുടെ ആ ഒരു കൺട്രോൾ ഓവർ സെൽഫ് ആൻഡ് എൻവയൺമെന്റ് എല്ലാവരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവർ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് സക്സസ്ഫുള്ളി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു സെൽഫ് കൺട്രോൾ, അതുപോലെ അഡിക്വസി, ഓക്കെ, ഞാൻ മതിയായവനാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഈ പേരൻസ് പലപ്പോഴും അവരെ അങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊന്നും
അനുവദിക്കത്തില്ല. പ്രത്യേകിച്ച് വളരെ ചെറിയൊരു കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെത്താൻ ഫുഡ് കഴിക്കാൻ അവർ പറയും ഞാൻ തന്നെ വാരി കഴിക്കാം എന്ന് പറയും. ഉടനെ അമ്മ അല്ലെങ്കിൽ അപ്പം പറയും വേണ്ട വേണ്ട വേണ്ട, ഞാൻ വാരി തരാം, അല്ലെങ്കിൽ നീ അത് അവിടെയെല്ലാം നിലത്തെല്ലാം ആക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് വാരി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് കാര്യം ഒരു കൊച്ചു കാര്യം പോലും, അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത ഉടനെ ആ ഗ്ലാസ് പൊട്ടിക്കരുത്, അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഗ്ലാസ് പൊട്ടിക്കരുതെന്ന് പറയാം, അതല്ല വേണ്ട നീ എടുക്കണ്ട ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ എടുത്ത് കയ്യിൽ പിടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളായിട്ട് വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ലെറ്റ് ദം ഡു ഇറ്റ്. ഓക്കെ, അവർ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്നിരിക്കാം, ചിലപ്പോൾ ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിയെന്നിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അപകടം ഉണ്ടാകാതെ അവരെ മോണിറ്റർ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അവരെ കൊണ്ട് കുറെയെല്ലാം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ദിസ് വിൽ ഹെൽപ്പ് ടു ഡെവലപ്പ് ദെയർ സെൽഫ് കൺട്രോൾ. അതുപോലെ ഭാവിയിൽ വിൽ പവർ, അല്ലെ, നല്ല ഒരു വിൽ പവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരെ കുറേയൊക്കെ സ്വയം ചെയ്യാൻ അവരെ അനുവദിക്കുക, പരിശീലിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അപ്പോൾ ഈ ഓട്ടോണമി അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ഒരു സാഹചര്യം കിട്ടിയില്ലെങ്കിൽ ദേ മേ ഡെവലപ്പ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്കറിയത്തില്ല, ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല, അങ്ങനെയുള്ള ചിന്തകൾ അവർക്കുണ്ട്. അപ്പോൾ അതാണ് സെൽഫ് ഡൗട്ട്. ഇൻഡിപെൻഡൻസ്, ഫിയർ, കോൺഫ്ലിക്റ്റ്. അവർക്ക് എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമോ, ഇല്ല എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. ഇനി അടുത്തത് ലേറ്റ് ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പ്രീ സ്കൂളർ എന്ന് പറയും. ഇവിടെ ഏർലി ചൈൽഡ്ഹുഡ് നമ്മൾ പറയുന്നത് ടോഡ്ലർ പീരീഡ്, ഇത് പ്രീ സ്കൂളർ പീരീഡ്. അപ്പം ഇതിനകത്ത് ക്രൈസിസ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അപ്പം ഈ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടിൻ്റെ കുറച്ചും കൂടെ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഇനീഷ്യേറ്റീവ്. എന്ന് വെച്ചാൽ അവർ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു സെയിം സെക്സ് പാരന്റിനെ ഇമിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം പെൺപിള്ളേരാണെങ്കിലും അമ്മേനെ അടുക്കളയിലൊക്കെ സഹായിക്കാൻ, ആൺപിള്ളേരാണെങ്കിലും അങ്ങനെയൊക്കെ സഹായിക്കാൻ, അല്ലെങ്കിൽ അപ്പൻ അങ്ങനെ ചെയ്യുന്ന ഉടനെ ഞാൻ അങ്ങനെ ചെയ്യാം, ഞാനും കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് ചെയ്യാം, ഞാൻ എടുത്തു തരാം, പാത്രം കഴുകാം, അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ സഹായിക്കാൻ. അപ്പം പുറത്തോട്ടിറങ്ങിയാൽ ഉടനെ അപ്പൻ കത്തി എടുത്തുകൊണ്ട് പുറത്തോട്ടിറങ്ങി ഉടനെ മകനും കത്തി എടുത്തോണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മൾ വീടൊക്കെ വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ ഉടനെ അവരും അതിനൊക്കെയുള്ള ഇനീഷ്യേറ്റീവ് എടുക്കും. അപ്പോൾ അവിടെയും പലപ്പോഴും പേരൻസ് ചിലപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തും. വേണ്ട നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇവിടെ ഇത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പർപ്പസ്ഫുൾ ആൻഡ് ഡയറക്റ്റീവ് ആയിട്ട്, ഇപ്പം നമ്മളൊരു കാര്യം ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുക. ഈവൻ അവരുടെ പ്ലേയിൽ പോലും അവർ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ, ചെറിയ ടോയ്സ് ഒക്കെ നമ്മൾ മേടിച്ചു കൊടുത്ത് ഇങ്ങനെ അതിനെ ഓർഗനൈസ് ചെയ്ത് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ അവർക്ക് പറ്റും. അങ്ങനെയൊക്കെ അതുപോലെ കൂട്ടുകാർ കൂടിയിരുന്ന് കളിക്കാനും ഒരു ഗീവ് ആൻഡ് ടേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നത് ഏകദേശം ഈ പ്രായത്തിലാണ്. അപ്പോൾ അങ്ങനെ അവിടെ അവർക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഡെവലപ്പ് ദ എബിലിറ്റി ടു ഇനീഷ്യേറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇല്ലേ, എന്ത് കാര്യവും ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ അത് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റ് ആൾക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ടൊക്കെ ചെയ്യാനും അതൊരു പർപ്പസ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും. പിന്നെ ഇനി അത് പറ്റാത്ത ആളുകളിലാണ് ഒരു അഗ്രഷൻ, ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെയുള്ള അഗ്രഷൻ, ഫിയർ, കോൺഫ്ലിക്റ്റ് ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അത് സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ആളുകളിലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്കൂൾ ഏജ് എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ 6 to 12 ഇയേഴ്സ് നമ്മൾ സ്കൂൾ ഏജ് എന്ന് പറയും. ഇവിടെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇപ്പോൾ ഈ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടൊക്കെ പോകാൻ തുടങ്ങി അവർ കൂട്ടുകാർ, ടീച്ചേഴ്സ് ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ, കാര്യങ്ങൾ. അപ്പോൾ അവിടെ അവർ ഒത്തിരി കാര്യങ്ങൾ അവർ തന്നെത്താൻ ചെയ്യാൻ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഓടാനും ചാടാനും മറിയാനും ഒക്കെ അവർക്കറിയാം, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ പഠിത്തം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക,
അതുപോലെ സോഷ്യൽ കൂട്ടുകാർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു പ്രായത്തിലാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം ഈ സ്കൂളിലൊക്കെ ഒത്തിരി പ്രൊജക്റ്റ് വർക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാനും അത് ഉണ്ടാക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കോമ്പീറ്റൻസ് എന്ന് വെച്ചാൽ അവരുടെ ഒരു സാമർഥ്യം, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെയുള്ള കഴിവ്, അങ്ങനെ അവരുടെ ആ ഒരു എന്താ പറയുന്ന ഒരു ധൈര്യം ഒക്കെ ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഇന്ന സാധനം ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിച്ചെടുത്ത് അത് ചെയ്യാനൊക്കെ അവർ പഠിക്കുന്നു. ഇനി അവിടെ തന്നെ ചില ആൾക്കാരുണ്ട് വലിയ അത്ര പഠിക്കാനോ അല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും കഴിവില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ അവരെ അത്ര എൻകറേജ് ചെയ്യുന്നില്ല. ഇപ്പം ചില ആളുകൾ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ ഉടനെ നമ്മൾ മണ്ടന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ തള്ളിക്കളഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് എന്താണ്, അവർക്ക് എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയില്ല, കഴിവില്ല, അങ്ങനെയൊക്കെ ചിലർ വിചാരിക്കും. അതേസമയം ചില ആൾക്കാർ അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ ഉടനെ അവർ പാട്ട്, ഡാൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ അവർ അങ്ങനെ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അറ്റ് ദ സെയിം ടൈം നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഇനി അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു 12 years വരെയായി. ഇനി ഇത് ദിസ് ഈസ് ആപ്ലിക്കബിൾ ത്രൂ ഔട്ട് അവർ ലൈഫ്. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ അഡോളസെൻസ് അല്ലെങ്കിൽ ആ പ്രായത്തിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അഡോളസെൻസ് എന്ന് പറയുന്നത് 12 to 20 years ാണ് നമ്മൾ ടീൻ ഏജ് 18, 19 വരെയാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഈ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിലാണ് ഐഡന്റിറ്റി, ഞാൻ ആരാണ്, എൻ്റെ റോൾ എന്താണ്, ഈ വീട്ടിൽ എൻ്റെ സ്ഥാനം എന്താണ്, ഈ സമൂഹത്തിൽ എൻ്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ ആലോചിക്കുകയും അത് പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് അവിടെ ഒരു റോൾ കൺഫ്യൂഷൻ. അപ്പം ഇത് പ്രധാനമായിട്ട് നമുക്കറിയാം. ഇപ്പം ചില പിള്ളേർ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രായത്തിൽ നമ്മൾ പറയും പിള്ളേർ ഇതിനകത്ത് അഭിപ്രായമൊന്നും പറയണ്ട എന്ന് പറയും. അതേസമയം അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നീ ഇത്രയും വലുതായില്ലേ എന്നിട്ട് നീ ഇങ്ങനെ ആണോ പെരുമാറുന്നത്. അപ്പം അവർക്ക് തന്നെ അപ്പം ഞാൻ ആരാ, ഞാൻ ശരിക്കും ഒരു കുട്ടിയാണോ അതോ ഞാൻ വലുതായോ, ഒരു റോൾ കൺഫ്യൂഷൻ. പിന്നെ അതുപോലെ നമുക്കറിയാം ഈ അഡോളസെൻസ് ഈ ഒരു 10, 15, 16 ആ ഒരു പ്രായത്തിലാണ്, അല്ലെങ്കിൽ +2 ഒക്കെ കഴിയുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഇനി എന്ത് ചെയ്യണം, ഞാൻ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, അപ്പോൾ പ്രൊഫഷണൽ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രായവും കൂടിയാണ് ഇത്. അപ്പോൾ അവിടെ അവർക്ക് അത് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമാണ്. ഓക്കെ, അപ്പൊ അവിടെ അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്താൽ ദേ വിൽ ഡെവലപ്പ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി. ഓക്കെ, അപ്പൊ അവിടെ എപ്പോഴും നമ്മൾ വീട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്താൽ ദേ വിൽ ഫീൽ ദാറ്റ് ഓക്കെ ഐ ആം വാല്യൂഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടേണ്ട ഒരു പ്രായമാണത്. ഓക്കെ, എന്നാൽ മാത്രമേ ഉള്ളൂ അവർ ഞാൻ ഇന്നയാളാണ് അല്ലെങ്കിൽ ഐ ഷുഡ് ബിഹേവ് ഇൻ ദിസ് വേ. അപ്പോൾ അവിടെയൊക്കെയാണ് പലപ്പോഴും ആ ഒരു സെൻസ് ഓഫ് ഐഡന്റിറ്റി ഒക്കെ കുറയുമ്പോഴാണ് പിള്ളേർ പലപ്പോഴും ഇങ്ങനെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ കൂട്ടത്തിൽ അങ്ങ് പെട്ടുപോയി, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടു ഇവർ പറയുന്നത് കേട്ടും ഒക്കെ പല പല സ്വഭാവങ്ങളിലേക്കും ഒക്കെ പോകാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ സെൻസ് ഓഫ് ഐഡന്റിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ദ ഐഡന്റിറ്റി സബ്മേർജ്ഡ് ഇൻ റിലേഷൻഷിപ്സ് ആൻഡ് ഓർ ഗ്രൂപ്പ് മെമ്പർഷിപ്സ്, അതിനകത്തൊക്കെ അങ്ങ് ആയിപ്പോകും. അപ്പോൾ അതാണ് അഡോളസെൻസിൽ. അപ്പോൾ നമുക്കറിയാം അഡോളസെൻസിലാണ് പലപ്പോഴും പിള്ളേർ വഴിതെറ്റി പോകാനും ഒക്കെ സാധ്യത. അതുപോലെ നല്ല ഇതിലേക്കാണെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല പ്രൊഫഷനൊക്കെ തിരഞ്ഞെടുക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. പിന്നെ ഇപ്പോൾ അതോടെ പീഡിയാട്രിക്സ് വിഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ ഏർലി അഡൾട്ട്ഹുഡിലേക്ക് വരികയാണ്. ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 20 to 35 years ആണ്. അപ്പൊ ഈ ഒരു സമയത്താണ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ.
എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിലാണ് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഈ ഒരു അഡോളസൻസ് പ്രായത്തിലൊക്കെ മിക്കവാറും കുട്ടികൾക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും. ആൺപിള്ളേരാണേലും പെൺപിള്ളേരാണേലും ഒത്തിരി കൂട്ടുകാർ, അല്ലെങ്കിൽ അവരോട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇവനും അവളും ഇവളും എല്ലാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് പറയും. അവിടം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഈ കൂട്ടുകാരുടെ എണ്ണമൊക്കെ കുറഞ്ഞ് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള 1, 2, 3 കൂട്ടുകാർ. പിന്നെ അതുപോലെ നമുക്കറിയാം ഈ ഒരു പ്രായത്തിലാണ് പലപ്പോഴും കല്യാണം ഒക്കെ കഴിയുന്ന, അല്ലെങ്കിൽ ആ ഒരാളിനോട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും. പിന്നെ അതുപോലെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഡോളസെന്റ് പ്രായം വരെ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം, എൻ്റെ കൂട്ടുകാരെ, എനിക്ക് അത് വേണം ഇത് വേണം. പക്ഷെ ഈ ഒരു പ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഈ ഒരു പ്രായത്തിലാണ് നമുക്കറിയാം ഫാമിലിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും കല്യാണം കഴിക്കുന്നതും മക്കളുണ്ടാകുന്നതും ഒക്കെയുള്ള ആ ഒരു പ്രായത്തിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും ഒരു ഇൻറ്റിമേറ്റ് ബോണ്ട് ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എബിലിറ്റി ടു ലവ് ഡീപ്ലി ആൻഡ് കമ്മിറ്റ് വൺ സെൽഫ്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നത് ഒക്കെ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, അല്ലെ വൈഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിലാണ്. ഇപ്പം ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ഈഗോ സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ ഞാൻ, ഒരു സെൽഫിഷ്നെസ്. അപ്പം ഇതൊക്കെ ഈ ബാക്കി ഏരിയാസ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാതെ വരുന്ന ആളുകൾക്ക് ഈ ഏരിയയിൽ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അവരൊരു ഇമോഷണലി അവർ കുറച്ച് ഐസൊലേഷൻ, ഒറ്റപ്പെട്ടു പോകാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ അടുത്തത് മിഡിൽ അഡൾട്ട്ഹുഡ്, 35 to 65 ഇയേഴ്സിൽ. ഇവിടെ ആണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ലൈഫിൽ അയാൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്ന, എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 20 to 35 ഇയേഴ്സിൽ കല്യാണമൊക്കെ കഴിച്ചു, അല്ലെ കൊച്ചുണ്ടായി, 1, 2 പിള്ളേരൊക്കെ ആയി എന്ന് പറഞ്ഞാലും ഈ ഒരു ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ഈ ഒരു 35 to 65 ഇയേഴ്സിലാണ് പല ആൾക്കാരും പല കാര്യങ്ങളും ഒക്കെ അറ്റൈൻ ചെയ്യുന്നു. അവരുടെ ലൈഫ് ഗോൾസ് ഒക്കെ അറ്റൈൻ ചെയ്യുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അവരുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. പലരും ഞാൻ എൻ്റെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും അതിനു വേണ്ടി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് ജനറേറ്റിവിറ്റി, പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പ്രായമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അധ്വാനിക്കാനൊക്കെ ഉള്ള, നമ്മൾക്ക് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, പ്രൊഫഷനുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയും കിടക്കല്, നമ്മൾ കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ ഒരു ഒഴുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ, ചിലർ ഇങ്ങനെ അങ്ങ് ഒരു തടസ്സം വന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ സംഭവിക്കാം. അപ്പം ഇവിടെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്താൽ എബിലിറ്റി ടു ഗീവ് ആൻഡ് കെയർ ഫോർ അതേഴ്സ് എന്ന് പറയും. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സെൽഫ് അബ്സോർപ്ഷൻ അവരിലേക്ക് തന്നെ അങ്ങ് വലിഞ്ഞ്, പിന്നെ അതുപോലെ ദേ ആർ നോട്ട് ഏബിൾ ടു ഗ്രോ ആസ് എ പേഴ്സൺ. ഓക്കെ, അവർ ഇങ്ങനെ സ്വന്തം ഒരു ഉൾവലിഞ്ഞൊക്കെ അങ്ങനെ ഒരു സ്റ്റേജിലേക്കൊക്കെ പോകും. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റർ അഡൾട്ട്ഹുഡ്, 65 ഇയേഴ്സിന് മേളിലേക്ക്. അപ്പൊ ഈ ഇതിന് പറയുന്ന പേരാണ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ എന്ന് പറയും. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 65 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഞാൻ അവരുടെ ഒരുവിധം അവരുടെ ലൈഫ് ഗോൾസ് ഒക്കെ ഏകദേശം അച്ചീവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചുമക്കളും ഒക്കെ ആയി. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി നമ്മളെ കൊണ്ട് ഒത്തിരി അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നേടാനൊക്കെ ഉള്ള സാധ്യതകൾ കുറവാണ്. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വെദർ ഐ എം ഹാപ്പി ഓർ നോട്ട്. അപ്പം നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെറിയ റിഗ്രറ്റ് ഒക്കെ ഉണ്ടെങ്കിലും അത്
എന്നെ കൊണ്ട് പറ്റിയില്ല, പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, പിന്നെ അതുപോലെ നമ്മളുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്കുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ബിഹേവിയർ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, അതൊക്കെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി. യു ആർ അക്സെപ്റ്റിംഗ് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇൻറ്റഗ്രിറ്റി. ചില ആൾക്കാരുണ്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ഓ ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്യണമായിരുന്നു, എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടന്നില്ല, അങ്ങനെയൊക്കെയുള്ള പല പല അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിലേക്കൊക്കെ ചിലപ്പോൾ പോകാം. അപ്പോൾ അതാണ് ഇത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നും കൂടെ പുറകിലോട്ടൊന്ന് പോകാം. ഇൻഫൻസി പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഒരു മദറിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്താൽ ഒരു ട്രസ്റ്റ് ഉള്ള, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള, ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു അഡൾട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ഭയങ്കര സംശയവും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർക്ക് ആരെയും ഒരു വിശ്വസിക്കാനുള്ള കഴിവില്ലാത്ത ആൾക്കാർ. ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നമ്മൾ ടോഡ്ലർ പീരിയഡ് എന്ന് പറഞ്ഞാൽ 18 months to 3 years ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഓട്ടോണമസ് ആവുക. എൻ്റെ കാര്യം ഞാൻ ചെയ്യാം, അങ്ങനെയൊക്കെ അത് ആ കൊച്ചു പ്രായത്തിലുള്ള അവിടെ ചിന്ത. അപ്പോൾ അത് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കൺട്രോൾ ഓവർ സെൽഫ് ആൻഡ് എൻവയൺമെന്റ്. അപ്പോൾ അത് എന്നാലേ ഉള്ളൂ സെൽഫ് കൺട്രോൾ, അഡിക്വസി ഒക്കെ ഉള്ള ഒരു വിൽ പവർ ഒക്കെ ഉള്ള ഒരു അഡൾട്ടായിട്ട് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ അത് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാൽ സെൽഫ് ഡൗട്ട്, ഇൻഡിപെൻഡൻസ്, ഫിയർ ഒക്കെ ഉള്ള ഇൻഡിപെൻഡൻസ്, ഫിയർ, കോൺഫ്ലിക്റ്റ്, അതാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ ലേറ്റ് ചൈൽഡ്ഹുഡിൽ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക, ഞാനത് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രായമാകുമ്പോഴത്തേക്കും 3 to 6 years എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പേരൻസ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട്. അങ്ങനെ അവർ പഠിക്കുന്നു. പിന്നെ അത് എന്നാലേ ഉള്ളൂ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഒരു കാര്യം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ അവർ തീരുമാനിക്കുന്നു. പിന്നെ അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്താൽ ഒരു സെൻസ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡൾട്ടായിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു അഗ്രഷൻ, ഫിയർ, കോൺഫ്ലിക്റ്റ് അവർക്കുണ്ടാകുന്നു. പിന്നെ സ്കൂൾ ഏജിലാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രിയൽ ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ, ഫിസിക്കൽ ലേണിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അവരുടെ കോമ്പിറ്റൻസ്, സാമർഥ്യം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. എബിലിറ്റി ടു ലേൺ ആൻഡ് വർക്ക്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്നൊക്കെയുള്ള ചില തോന്നലുകളൊക്കെ അവർക്ക് ഉണ്ടാകുന്നു. പിന്നെ അഡോളസൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, അവിടെ ആ ഒരു സെൻസ് ഓഫ് ഐഡന്റിറ്റി, ഞാൻ ആരാണ് എന്നൊക്കെയുള്ള അത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രായമാണത്. പിന്നെ ഏർലി അഡൾട്ട്ഹുഡിലാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ മിഡിൽ അഡൾട്ട്ഹുഡിലാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. അവരുടെ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. പിന്നെ ലേറ്റർ അഡൾട്ട്ഹുഡിനകത്ത് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റേജും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.